അമ്മേ, ആരാണ് അടുത്തത്? അബ്ദുൽ വദൂദ്, വരൂ. ഹലോ ഹലോ ഹലോ. ആ, പറയൂ വദൂദ്, പറയൂ അബ്ദുൽ. അതിരറ്റ് സ്നേഹമുള്ള ദൈവത്തിന്റെ അടിമയെ പറയൂ. അതെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ. ഒരു സംശയം, ഞാനങ്ങനെ സംസാരിക്കാറില്ല ആ ലൈവിലൊന്നും. ആ ഇപ്പൊ സംസാരിച്ചോ. പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ, അതായത് ഈ ന്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ബട്ട് ചില കാര്യങ്ങളൊക്കെ തെറ്റായി പറയുമ്പോൾ തോന്നാറുണ്ട്. ഏതാണ് ഒരു ഉദാഹരണം പറയൂ, തെറ്റായ കാര്യം പറഞ്ഞത്. ഉദാഹരണം നമ്പർ 1. ഇതിനു മുമ്പ് ആരിഫ് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രൊഫസി തെറ്റാണ് പറഞ്ഞില്ലേ? അപ്പോ ഞാനത് നോക്കിയാലോ, ഏത് പ്രൊഫസി? എനിക്ക് മനസ്സിലായത് ഒരു ഹവറിന്റെ ഒരു ഹവറില്ലേ, ഈ ഇന്ന ഹവറാകുമ്പോ ഈ ഖിയാമത്ത് നാൾ വരും എന്ന് പറഞ്ഞിട്ടുള്ള. കുറച്ച് ഒച്ചയെ പറയോ വധൂത്, അല്ലെങ്കിൽ അരിബ ഒന്ന് മ്യൂസിക് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. മ്യൂസിക് പ്രശ്നമില്ല. അത് ഇന്ന ഹവറാകുമ്പോ ഖിയാമത്ത് നാൾ വരുന്നു, ജഡ്ജ്മെന്റ് വരുന്ന ഒരു പ്രൊഫസി. എന്താ നിങ്ങൾ കണ്ടേ? എന്താ നിങ്ങൾ കണ്ടത്? ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട്, അല്ല ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രൊഫസീസ് ഉണ്ട് ഇസ്ലാം മുന്നോട്ട് എവിഡൻസ് ആയിട്ട്. അത് മനസ്സിലായി. നിങ്ങൾ ഇതിലെ തെറ്റെന്താണെന്ന് പറയൂ. ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞതല്ലേ, ആ എക്സാമ്പിൾ നിങ്ങൾ ഇലാബറേറ്റ് ചെയ്യൂ. അതില് ഹവറിന് അറബിക്കില് സാഅത്ത് എന്നല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ ഹവർ ഉദ്ദേശിച്ചത് അവരുടെ, നമ്മുടെ ഒരു മനുഷ്യൻ, നമ്മുടെ ഇസ്ലാമില് ഒരാളുടെ ഹവർ എന്ന് പറയുമ്പോൾ അയാൾ മരിക്കുന്ന സമയം. അപ്പോ ഒരാ വ്യക്തി, ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ്, ഈ കുട്ടിയെ വളർന്നു വലുതാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹവർ അടുക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ അത് ഖിയാമത്തിനാണല്ല ഉദ്ദേശിച്ചതാണ് പറഞ്ഞത്. പിന്നെന്താ ഉദ്ദേശിച്ചത്? അത് അവരുടെ ഈ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്താക്കും, ഈ കുട്ടി വളർന്നു വരുന്നതിന് മുമ്പ് നിന്റെ സമയം വരുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് ഹദീസ് എന്നോട് വായിച്ചാലോ? അതല്ല എളുപ്പം. ഇയാൾക്ക് സ്ക്രീൻ കാണോ? കാണും. ഇന്നൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താ. ഹദീസ് എവിടെ ഉണ്ട്? When would the last hour come? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോന്ന് ചോദിക്കാണ്. എന്താണ് ആ ലാസ്റ്റ് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്തു. ഖിയാമത്ത് നാളിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഖിയാമത്ത് നാൾ എപ്പോ വരും? ഖിയാമത്ത് നാൾ എപ്പോ വരും അതല്ലേ ചോദ്യം. എന്താ ചോദ്യം എന്താന്ന് പറയൂ. ഖിയാമത്ത് നാൾ അത് ഞാൻ പറയട്ടെ. നിങ്ങൾ ആ സെന്റൻസ് നിങ്ങൾ ആ സെന്റൻസ് പറയൂ. When would the last hour come? എപ്പോഴാണ് ഖിയാമത്ത് നാള് വരാന്ന് ചോദിക്കുന്നു. അത് അവസാന സമയം എപ്പോഴാണ് വരാന്ന് ചോദിക്കുന്നു. ഖിയാമത്ത് നാളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലേ? ചോദിക്കുന്ന നാള് ഖിയാമത്ത് നാളല്ലേ ഉദ്ദേശിച്ചത്? അതെ, ബാക്കി വായിക്കൂ. Thereupon Allah's messengers kept quiet for a while and looked at the young boy. അപ്പോ അവിടെ ഒരു ചെറിയ കുട്ടി അവിടെ അതിലിങ്ങനെ പോകുന്നുണ്ടാവും. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇഫ് ദിസ് ബോയ് ലീവ്സ് ഹി വുഡ് നോട്ട് ഗ്രോ വെരി ഓൾഡ്
till the last hour would come to you. നിങ്ങളുടെ അവസാന സമയം വരുന്നത് വരെ ഈ കുട്ടി എന്താവില്ല, വളരുകയില്ല എന്നാ പറഞ്ഞു. എങ്ങനെ? If this boy lives, he would not grow very old till the last hour would come to you. അതെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ അവസാന സമയം വരുന്നത് വരെ എന്താക്കൂല, ഈ കുട്ടി വളരുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസാന സമയം വരുന്നു അല്ലേ? ഈ കുട്ടി വളരുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസാന സമയം വരും. അതാണ് ഇതിന്ന് പറഞ്ഞ മനസ്സിലായത്. അതെ. അല്ല, നമ്മളൊരു കാര്യം നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലി ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈഫ് ഇതിന്റെ അർത്ഥം പറയൂ. ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിന്റെ അർത്ഥം ക്ലിയർ ആയിട്ട് പറയൂ. ബാക്കി അടുത്ത അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് എന്താ? Anas said this young boy was our age during those days. അതെന്തിനാ അവിടെ പറയണേ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ അനസ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായമായിരിക്കും അല്ലേ? ഇതെന്തിനാ ഇവിടെ പറയണത്? അവരോട് പറയുന്നത് നിങ്ങളുടെ അവസാനം, നിങ്ങൾ ഖിയാമത്ത് നാള് നോക്കേണ്ട ആവശ്യമല്ല, നിങ്ങളുടെ അവസാനം ഉണ്ടാവും. ഈ കുട്ടി വരുന്നതിന് മുമ്പ് നിങ്ങൾ അവസാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എങ്ങനെ? ഖിയാമത്ത് നാള് നിങ്ങൾ നോക്കേണ്ട ആവശ്യമല്ല, നിങ്ങളുടെ അവസാനം ഈ കുട്ടി വളർന്ന് വലുതാകുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസാനം വരും എന്നാണ് പറയുന്നത്. ഈ കുട്ടി ഒന്നുകൂടിയും പറയൂ. ഈ കുട്ടി വലുതാകുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസാനം എന്താക്കും, ഇവിടെ സംഭവിക്കും. ഇപ്പൊ ആ കുട്ടി എവിടെ? എന്ത്? ഇപ്പൊ ആ കുട്ടി എവിടെ? ആ കുട്ടി വലുതായി. അവിടെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ആൾക്കാരുണ്ടാക്കി അവര് മരിച്ചു പോയിക്കുന്നു. അതേ അവിടെ ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇതൊരു ഇസ്ലാമിനെതിരായിട്ട് തെളിവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൊഫസി തെറ്റിയെന്ന് പറഞ്ഞു പറയാൻ പറ്റൂല. ഈ ഇതിലെന്താ പറഞ്ഞത്? നിങ്ങളിപ്പോ പറഞ്ഞൊന്ന് ആവർത്തിക്കൂ. അതിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരം. If this boy lives, he would not grow very old till the last hour would come to you. സൽമാൻ ഇത് കേട്ടിട്ട് എന്താ മനസ്സിലായേ? ഇത് ആ രീതിയിൽ വളച്ചൊടിക്കാം. പക്ഷെ എനിക്ക് അറബി ഒന്ന് കാണിക്കോ? അതെ, അറബി താഴെ ഉണ്ട്. അല്ല, ഞാൻ വളച്ചൊടിച്ചല്ല. ബിക്കോസ് വേറെ ഞാൻ ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൊഫസീസ് ആണ് എനിക്ക് വളരെ ഇസ്ലാമില് തോന്നിയത്. ബിക്കോസ് ഒരുപാട് പ്രൊഫസീസ് ഞാൻ നോക്കി, അതൊക്കെ വളരെ എല്ലാം ഫലിച്ചിട്ടുണ്ടോ? അതൊന്ന് ചെക്ക് ചെയ്തതായിരുന്നു. ഒരു മിനിറ്റ്. അറബി ഇതേ സൽമാൻ കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്, വായിച്ചോണ്ടിരിക്കുക. അല്ല, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ക്ലെയിം ഒറ്റ പ്രൊഫസീസ് പോലും തെറ്റിയിട്ടില്ല എന്നല്ല. പിന്നെ തെറ്റിയാല് പ്രൊഫറ്റിന്റെ പ്രൊഫസീസ് തെറ്റാൻ പറ്റൂലല്ലോ. ഇത് തെറ്റിയില്ലേ? ആ കുട്ടി മരിച്ചില്ലേ? ലാസ്റ്റ് അവർ ഉണ്ടായോ? ലാസ്റ്റ് ഒരാളെ നിങ്ങളുടെ ഹാരിഫിസിന്റെ ലാസ്റ്റ് അവർ എപ്പോഴാണ്? എന്റെ ലാസ്റ്റ് അവർ അല്ലല്ലോ ചോദിച്ചത്, ലോകാവസാനം എപ്പോഴാന്നല്ലേ ചോദിച്ചത്. ഞാനൊന്ന് പറഞ്ഞു. ഈ ഹദീസിൽ ഖിയാമ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നുണ്ടോ? ഈ ലാസ്റ്റ് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ ഞാൻ ചോദിച്ചത് ആദ്യം. അതല്ലേ ആദ്യം ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ലാസ്റ്റ് ഹവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ലാസ്റ്റ് ഹവർ ഉണ്ട്. ഒന്ന് ഒരാള് മരിക്കുന്ന സമയം. ബിക്കോസ് അങ്ങനെ തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു ഹദീസ് ഉണ്ട്. അത് നിങ്ങൾ ഈ ലാസ്റ്റ് അവർ എന്താന്ന് പറയൂ. ഈ ലാസ്റ്റ് അവർ എന്താ? ഇത് ഇത്ര കോംപ്ലക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ഈ ലാസ്റ്റ് അവർ എന്താന്ന് പറയോ? അതന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തിനാ ഇത്ര കോംപ്ലക്സ് ആക്കുന്നത്? അതെ, ഈ ലാസ്റ്റ് അവർ എന്താണ്? ഈ ലാസ്റ്റ് അവർ ഖിയാമത്താണ് ഉദ്ദേശിക്കുന്നത്. ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ ആ ഖിയാമത്ത് നാള് ഉണ്ടാവുന്നത് എപ്പോഴാന്നാണ് ഇവിടെ പറഞ്ഞത്? എവിടം വരെ ഉണ്ടാകില്ല, അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇവിടെ ഞാൻ എന്റെ ക്ലെയിം എന്താ വെച്ചാല് ഇവിടെ ഖിയാമത്ത് നാളല്ല പറഞ്ഞത്.
ബിക്കോസ് അപ്പൊ നിങ്ങൾ അപ്പൊ ചോദ്യം ഖിയാമത്ത് നാളിനെ കുറിച്ചും ഈ ഉത്തരം ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാതെ ആവുന്ന എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അതിപ്പോ നമ്മൾ നോർമലി മുഹമ്മദ് ഫ്രോഡ് ആയോണ്ട് സി എന്താണ് പേരെന്താ പറഞ്ഞ മറന്നു. വേറെന്തെങ്കിലും എവിഡൻസ് ഇതാദ്യം തീരുമാനാക്കാം, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകാലോ. ഞാൻ പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല നിക്കൂ ഇതിലിപ്പോ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പൊ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ആണെന്ന് ഓക്കെ, നിങ്ങൾ തന്നെ പറയുന്നു ആദ്യത്തെ ചോദ്യം അയാൾ ചോദിച്ച ചോദ്യം ഖിയാമത്ത് നാൾ എപ്പോഴാന്നുള്ളതാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നു. പിന്നീട് നിങ്ങളത് പറയുന്നു പിന്നെ ഉത്തരം വേറെയാണ്. മുഹമ്മദ് നബി പറഞ്ഞത് അയാളുടെ അവസാനം എപ്പോഴാണെന്നുള്ളതാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അപ്പൊ അവിടെ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? മുഹമ്മദ് നബിക്ക് ദേഷ്യം വന്നിട്ട് അയാളുടെ അവസാനം അടുത്തു എന്ന് പറയുന്നതാണ് എന്നുള്ളതല്ലേ? ഒരു പ്രവാചകന് ഉതകുന്ന ഒരു റെസ്പോൺസ് ആണോ അങ്ങനെ ദേഷ്യം വരുന്നതും തിരിച്ചങ്ങനെ ദേഷ്യപ്പെടുന്നതൊക്കെ? പ്രവാചകൻ ഏറ്റവും കരുണ ഉള്ള ആളാണ്, ഭയങ്കര ക്ഷമാശീലനാന്നൊക്കെ അല്ലേ പറയുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഖിയാമത്ത് നാൾ അല്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ ഹദീസിലുള്ള പ്രശ്നം. അപ്പോൾ നിങ്ങൾ ശരിക്കും യു ഹാവ് ഇനിയിപ്പോ നിങ്ങളുടെ മൂട്ടിൽ തന്നെ വെടിയൊക്കെയാണ് ഒരു കാര്യത്തിൽ ചെയ്തത്. എനിക്ക് ഖിയാമത്ത് നാൾ ആണെങ്കിലും അല്ലെങ്കിലും എന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോ അടുത്ത പ്രവചനം വരട്ടെ. ഞാനങ്ങനെ പറയാൻ കാരണം എന്താ അറിയാം, പറയൂ വേഗം പറയൂ. ബിക്കോസ് വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സഹാബത്തിനോട് പറയുന്ന വേറെ ഹദീസ് ഉണ്ട്. ഒരാളുടെ അവസാന സമയം എന്താ പറയുന്നത്, നിങ്ങൾ ഖിയാമാന്ന് പറയുന്നത് നിങ്ങൾ മരിക്കുന്ന സമയത്താണെന്നുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഹദീസ് ഉണ്ട്. അപ്പൊ നോർമലി ഈ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങളെ ഖിയാമത്ത് ലാസ്റ്റ് അവർ എന്നാ ചോദിക്കുന്നവരോ അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ കുട്ടി വലുതാനു മുമ്പ് നിങ്ങളെ ലാസ്റ്റ് അവർ വരും എന്ന് പറഞ്ഞു. അവിടെ ഖിയാമത്ത് എന്നല്ല ഉപയോഗിച്ചതാണ്, സാഅത്ത് എന്നാണ് ഉപയോഗിച്ചത് അറബിയിൽ. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കസറത്തിന് എന്താ പറയാന്നറിയോ? വെളുപ്പിക്കലാണോ? അല്ല, ഇതിന് നമ്മൾ പറയാ എറ്റിമോളജിക്കൽ ഫാലസി എന്ന് പറയും. നിങ്ങളിങ്ങനെ വാക്കുകളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കുകയാണ്. ഇതെന്തിനാ ഈ കസറത്ത്? എന്തിനാ ഇതിന്റെ ആവശ്യം എന്താന്ന് ഞാൻ ചോദിക്കണേ. ഞാൻ അത് എന്തിനാവശ്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇത് റിലീജിയസ് എന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മളിത് തെറ്റാണെന്ന് നമുക്ക് തെറ്റാണെങ്കിൽ നമ്മള് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് തെറ്റാണ്. അല്ല, ഇതിലിപ്പോ ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ പറഞ്ഞു ഇനിയിപ്പോ ഈ ഹദീസ് തന്നെ വിടൂ. ഇനിയിപ്പോ നിങ്ങൾ പറയുന്നു പ്രവാചകൻ ഇസ്ലാമിൽ ഒരു പ്രവചനം തെറ്റിയിട്ടില്ല. നിങ്ങൾ വേറൊരു പ്രവചനം കൂടി പറയും. ഇതിലിപ്പോ പിന്നെ ഖിയാമത്ത് നാൾ അല്ലെങ്കിലും ആണെങ്കിലും രണ്ട് കാര്യങ്ങൾ പ്രശ്നമാണ്. ഖിയാമത്ത് നാൾ ആണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് പറയുന്നത് തെറ്റാണ്. മുഹമ്മദ് ഖിയാമത്ത് നാളിന്റെ അല്ലാന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഭയങ്കര ദേഷ്യക്കാരനാണ്, മുഹമ്മദിനെ പറ്റി പിന്നെ ദയാലുവാണ്, കരുണാവാരിധിയാണെന്ന് പറഞ്ഞതും തെറ്റാവുന്ന അവിടെ. അപ്പൊ അത് വിടൂ. ഇനിയിപ്പോ അടുത്ത പ്രവചനം പറയും. കാരണം ഇതിലിപ്പോ കടന്ന് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ മൂട്ടിൽ തന്നെ വെടിയേക്കുന്ന പോലെ. ഇനിയിപ്പോ അടുത്ത പ്രവചനം പറയും. ഇത് വളരെ മോശമാണ് കേട്ടോ വധു. ചോദ്യം ഖിയാമത്ത് നാളിനെ കുറിച്ചാണെന്ന് പറയും, ഉത്തരം പറയുമ്പോ അത് വേറെയാണെന്ന് പറയുന്നത് അത് എന്ത് തരം പരിപാടിയാ? അപ്പൊ ചക്കെന്ന് ചോദിക്കുമ്പോ ചുക്കെന്ന് പറയലാണോ ഒരു പ്രവാചകന്റെ രീതി? നോർമലി ആണോ? മുഹമ്മദ് നബി ഒരു നോർമൽ മനുഷ്യനാണോ? ഇസ്ലാം അങ്ങനെയാണോ മാനവരിൽ മഹോന്നതനല്ലേ ആള്? ഇങ്ങനെയാണോ ഉത്തരം കൊടുക്കേണ്ടത്? സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ചോദിക്കല്ലേ, ഉത്തരം കൊടുക്കുന്നതിന് എന്താ? അല്ല, ഇതല്ലല്ലോ ഉത്തരം കൊടുക്കേണ്ടത്. ഖിയാമത്ത് നാൾ എപ്പോഴാണെന്നല്ലേ അയാളോട് ചോദിച്ചത്, മുഹമ്മദിനോട് ചോദിച്ചത്. അത് നിങ്ങൾ തന്നെ പറഞ്ഞു എപ്പോഴാണെന്നുള്ളതാണ് ചോദിച്ചത് എന്നുള്ളത്. അതല്ല, ഞാൻ എന്റെ ചോദ്യം അതല്ല, ഞാൻ പറഞ്ഞത് വരാനും ഇവിടെ സാധ്യത അല്ലേ? അല്ല, എന്ത് സാധ്യതയാണെങ്കിലും നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു അവസാന നാൾ എപ്പോഴാണെന്നുള്ളതാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അത് ഖിയാമത്ത് നാൾ എപ്പോഴാണെന്നുള്ളതാണ് മറ്റേ ആള് ചോദിച്ചത്. പക്ഷെ മുഹമ്മദ് ഉത്തരം പറഞ്ഞത് എന്താണ്? നിന്റെ അവസാന നാള്, നിന്റെ ഈ കുട്ടി വളരുന്നതിന്റെ മുന്നേ തന്നെ നിന്റെ അവസാന നാള് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു പേടിപ്പിക്കലല്ല, അതൊരു പേടിപ്പിക്കലല്ല. അയാളുടെ അവസാന നാളാണെന്നുള്ളതാണ് എന്നാണ് നിങ്ങൾ അയാളുടെ അവസാന നാളെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ, ഫോർ ദി സേക്ക് ഓഫ് ലോകാവസാന നാളെന്നാണ് സമ്മതിച്ചു. ആ ചോദിക്കുന്ന വ്യക്തിനോടല്ലേ സമ്മതിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഒരു ദേശക്കാരനാണ്, മുഹമ്മദ് അവിടെ ഒരു ഭീഷണിയാണ് മുഴക്കുന്നത് എന്നല്ലേ? അങ്ങനെ ഒരു പ്രവാചകന് ഉതകുന്നതാണോ ഒരു ചോദ്യം ചോദിക്കുമ്പോ അയാളുടെ ഭീഷണി മുഴക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, എനിക്കത് ഭീഷണിയായിട്ട് തോന്നുന്നില്ല, അതാണ്.
അതെ, നിങ്ങൾക്ക് പിന്നെ എന്തായിട്ട് തോന്നുന്നു? ഓക്കെ, നിങ്ങൾ ഒരാൾ സംസാരിക്കുന്നു, രണ്ടുപേര് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എങ്ങനെ മുഹമ്മദ് നബി അങ്ങനത്തെ ഒരു മനുഷ്യനാണോന്ന് ഞാൻ രണ്ടുപേര് ചോദിക്കുന്നത്. സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതെ, ഒരു മുഹമ്മദ് നബി ഒരു നോർമൽ മനുഷ്യനാണോ? ഒരു പ്രവാചകനല്ലേ? അപ്പൊ ആളുകൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? മുഹമ്മദ് നബി പ്രവാചകനാണ്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷെ അള്ളാഹു താല എന്താക്കി പ്രവാചകനായി നിയോഗിച്ചു. അത് വിചാരിച്ച് മുഹമ്മദ് നബി ഈ ഒരു ഉത്തരം പറഞ്ഞത് കൊണ്ട് മുഹമ്മദ് നബി പ്രവാചകനല്ല എന്നെങ്ങനെയാണ് തെളിയാന്ന് ചോദിക്കുന്നത്. ഇതിന്റെ മലയാള അർത്ഥം ഞാൻ വായിച്ചുതരാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഞാനിതൊരു ഹദീസ് ഇതിന്റെ മലയാളം ഞാൻ വായിച്ചുതരാം. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇനി മനസ്സിലാവുന്നില്ല. അല്ല, എനിക്ക് ഓക്കെ, ഞാൻ വായിച്ചുതരാം. ഒരാൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, എപ്പോഴാണ് അന്ത്യസമയം സംഭവിക്കുക? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കുറച്ചു നേരം മൗനം പാലിച്ചു. പിന്നീട് അവിടുത്തെ മുന്നിലിരിക്കുന്ന അസ്മാ ഷനു ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറിയ കുട്ടിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഈ കുട്ടിക്ക് ആയുസ് ഉണ്ടാവുകയാണെങ്കിൽ അവന് വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അന്ത്യസമയം വന്നെത്തും. ഇതാണ് ആ ഹദീസ്. അപ്പോ അന്ത്യദിനം എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ അന്ത്യദിനം എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ അന്ത്യദിനം ഈ കുട്ടി വാർദ്ധക്യം ബാധിക്കുന്നതിന് മുന്നേ വന്നെത്തും എന്ന് പറയുമ്പോൾ ചോദ്യത്തിനല്ലേ ഉത്തരം? ഈ കുട്ടി വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ്. അപ്പൊ കുട്ടി ബാധിക്കുന്നതിന് മുന്നേ ഇപ്പൊ ആ കുട്ടി മരിച്ചു, ആ കുട്ടിയുടെ ഫോസിലായി, അതിൽ നിന്നാണ് ഞാൻ ഊറ്റി പെട്രോൾ അടിച്ചത്. ഇതല്ലേ നിങ്ങൾ കേട്ട ആ പ്രവചനം? എന്താണ് പാളീസായ പ്രവചനം? അപ്പൊ ഇനി പറയൂ, ആ കുട്ടി ഇപ്പൊ ജീവനോടുണ്ടോ? അതെന്തിനാ സ്റ്റോപ്പ് ആക്കണത്? എന്താണ് ഇത് ഇസ്ലാമിനെതിരായിട്ട് എവിഡൻസ് പോലെ എനിക്ക് വരുന്നില്ല. എങ്ങനെ അല്ല, നിങ്ങൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല. ഇതെങ്ങനെ തെറ്റാവണത്? മലയാളത്തിലല്ലേ, പച്ച മലയാളത്തിലല്ലേ ഞാൻ വായിച്ചു തന്നത്? ഇസ്ലാമിനെതിരെയുള്ള എവിഡൻസ് ആണ്. എന്റെ ക്ലെയിം എന്താണ്? നിങ്ങളുടെ ക്ലെയിം ഇവിടെ തെറ്റാണെന്നാണ് ഈ പറഞ്ഞത്. അതെങ്ങനെ ശരിയാവുക? എന്റെ ക്ലെയിം എന്താണ്? ഇവിടെ ഈ വ്യക്തിനോട് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ പറിച്ചല്ല, നിങ്ങളുടെ അവസാന സമയം എന്താക്കും, ഈ കുട്ടി വാർദ്ധക്യം വരുന്നതിന് മുമ്പ് സംഭവിക്കും. ഇതിനെ പോലത്തെ തന്നെ വേറൊരു ഹദീസും, ഒരാളുടെ അവസാന സമയം എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിന്റെ, നിങ്ങളുടെ ഖിയാമത്ത് പറയുന്നത് നിങ്ങളുടെ അവസാന സമയമാണ്. ഒരാൾ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് ഏത് നബിക്ക് ഉറപ്പിച്ചു? മുഹമ്മദ് നബിയുടെ മരണസമയം മുഹമ്മദ് നബിക്ക് അറിയായിരുന്നു? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് ഇവിടെ പറയേണ്ട കാര്യം എന്നുള്ളത്? ഒരാൾ എപ്പോഴാണ് മരിക്കാന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ അത് ഇവിടെ പറയേണ്ട കാര്യം എന്നുള്ളത്? അപ്പൊ എന്താ കോൺട്രഡിക്ഷൻ ആണോ അവിടെ? നിങ്ങൾ ഇനി അടുത്ത മൂട്ടിലെ വെടിയാണോ അപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്നത്? മുഹമ്മദ് നബി ഇവിടെ മരിക്കുന്നു. അപ്പൊ നിങ്ങൾ അടുത്ത മൂട്ടിലെ വെടിയാണോ അപ്പൊ നിങ്ങൾ വെക്കുന്നത്? നിങ്ങൾ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന മലയാളത്തിലൊന്നുള്ളത് വായിക്കും. മലയാളത്തിലുള്ളൊന്ന് വായിച്ചേ. എവിടെ? മലയാളം കാണുന്നില്ലല്ലോ. മലയാളത്തെ സ്ക്രീനിലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് എപ്പോഴാണ് അന്ത്യസമയം സംഭവിക്കാന്ന് ഒരാൾ ചോദിച്ചു. കയ്യിൽ എത്ര മാങ്ങയുണ്ട് എന്ന് മുഹമ്മദ് നബിയോട് ചോദിക്കുമ്പോൾ കയ്യിൽ 10 മാങ്ങ ഉണ്ടെന്നല്ലേ? അല്ലെങ്കിൽ ആ മാങ്ങ ഇല്ല ഉണ്ടെങ്കിൽ മാങ്ങ ഇല്ല, അല്ലെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്? ഇതല്ലേ നബി പറയേണ്ട ഉത്തരം? അപ്പം നിങ്ങൾ പറയുന്നത് എത്ര മാങ്ങ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബി ആപ്പിൾ 15 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു എന്നാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞു എന്ന് ഈ പറയണത്. ഇനി ബാക്കി വായിക്കേ. ഇത് നോർമലി ഒരാളെ മാങ്ങ ഉണ്ടോ ചോദിക്കും. നിങ്ങൾ ബാക്കി വായിക്കൂ. എപ്പോഴാണ് അന്ത്യസമയം സംഭവിക്കുക? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കുറച്ചു നേരം മൗനം പാലിച്ച് പിന്നീട് അവിടുത്തെ മുന്നിലിരിക്കുന്ന അസ്മ ഷനു ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറിയ കുട്ടിയെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഈ കുട്ടിക്ക് ആയുസ് ഉണ്ടാവുകയാണെങ്കിൽ, അത് അവിടെ തന്നെ വന്നു, അവൻ മരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ, ഈ കുട്ടിക്ക് ആയുസ് ഉണ്ടാവുകയാണെങ്കിൽ അവന് വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അന്ത്യസമയം വന്നെത്തും. ഞാൻ ചോദിക്കട്ടെ, അന്ത്യസമയം ഏതാണ്? അന്ത്യസമയം എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിക്കും. അന്ത്യസമയം ഈ കുട്ടി വാർദ്ധക്യം ബാധിക്കുന്നതിന് മുന്നേ വന്നെത്തും എന്ന് പറയുമ്പോൾ ഈസ് ഇറ്റ് ആൻ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ? യെസ് ഓർ നോ? Okay, answer. Let us assume it is. Is it an answer to the question? Yes or no? Yeah, it's an question answer. Okay. അന്ത്യദിനം വന്നു. ആ കുട്ടി ഇപ്പൊ ജീവനോടുണ്ടോ? ഇതിനാണ് നമ്മള് ഒരു മിനിറ്റ് കുട്ടി ഇപ്പൊ ജീവനോടുണ്ടോ? കുട്ടി ജീവനോടുണ്ടോ? ഇപ്പൊ ജീവനോടുണ്ടോ കുട്ടി? ഇപ്പൊ ജീവനോടല്ല. ഇല്ല. അന്ത്യദിനം സംഭവിച്ചോ?
അന്ത്യദിനത്തിനെ പറ്റിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്റെ വാദം. നിങ്ങൾ ആദ്യം പറഞ്ഞു അന്ത്യസമയം ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു. ഇനി നിങ്ങൾ പറയൂ അന്ത്യദിനം സംഭവിച്ചു, കുട്ടി മരിച്ചു എന്ന് നിങ്ങൾ സമ്മതിച്ചു. അന്ത്യദിനം സംഭവിച്ചോ അല്ലേ? അന്ത്യദിനം സംഭവിച്ചോ അല്ലേ? അന്ത്യദിനൊന്നും ഇത് സംഭവിച്ചില്ല. അന്ത്യദിനം ഇപ്പോഴും സംഭവിച്ചില്ല. അപ്പൊ ഇനി ഇതിൽ എവിടെയാണ് പ്രവചനം? ഇനി ഒന്ന് പറഞ്ഞു, ഇതിൽ എന്താ പ്രവചനം ഉള്ളത്? നിങ്ങൾ പറയുന്നത് നബി സല്ലല്ലാഹു ഇതൊരു പ്രവചനമാണോ? ഇതൊരു പ്രവചനമാണോ? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കാര്യം ചോദിച്ചതിന് ഉത്തരം പറയൂ. വെറുതെ എന്തെങ്കിലും കടന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചത് ഇതൊരു പ്രവചനമാണ്. ആണ്. എന്നിട്ട് ഇത് ഫലിച്ചോ? ആ പറയുന്ന ആള് മരിച്ചു പോയിട്ടുണ്ട്. ഈ കുട്ടിയെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് ആ പറയുന്ന ആള് മരിച്ചു പോയി. അയാൾ മരിക്കണ കാര്യമല്ലല്ലോ ഇവിടെ പറയുന്നത്, അന്ത്യദിനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, എന്നാൽ നിങ്ങൾ പറയുന്നത് അത് അവിടെ പച്ചമലയാളത്തിലല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞതല്ല ശരി, അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ പറഞ്ഞുണ്ടാക്കിയതൊന്നല്ല. അവിടെ എഴുതി വെച്ചത് നിങ്ങൾ പറയുമ്പോൾ വേണമെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പറയുന്നത് ഒരു 60 വർഷത്തേക്ക് 40 വർഷത്തേക്കാണ് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രബോധനം ചെയ്യുന്നതാണ് പറയുന്നത്. 40 വർഷത്തേക്കുള്ള ഇസ്ലാമുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതെന്നാണോ പറയുന്നത്? മുഹമ്മദ് നബി ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇതിനെപ്പറ്റിയാ ചോദിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത്. എല്ലാ കാലത്തേക്കും ഉള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി മരിക്കുന്നതിന് മുന്നേ ഇത് പുസ്തകമാക്കി വെക്കേണ്ടതല്ലായിരുന്നോ? മുഹമ്മദ് നബി ഖുർആൻ കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് നബി ഖുർആന് സഹാബത്ത് എഴുതി വെക്കാറുണ്ട്. മുഹമ്മദ് നബി ഖുർആൻ കണ്ടിട്ടുണ്ടോ അല്ലേ നിങ്ങൾ ഈ പറയുന്ന സാധനം? മുഹമ്മദ് നബിക്കാണ് മുഹമ്മദ് നബിക്ക് ഖുർആന് മനപ്പാടം അറിയാം. ഓക്കെ, അപ്പൊ ആയത്തുകൾ നഷ്ടപ്പെട്ടതോ? ആട് തിന്നുപോയ ആയത്ത് എങ്ങനെയാ പോയത്? എങ്ങനെ ആയത്ത് ആട് തിന്നു പോയത് എങ്ങനെയാണ്? ആട് തിന്നു പോയ ആയത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. അല്ല, നഷ്ടപ്പെട്ടത് ആദ്യം ചോദിക്കാം. ആട് തിന്ന ആയത്തിനെ കുറിച്ച് കേട്ടിട്ടില്ല? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ കാണാം ഹദീസിന്ന്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? നമുക്കൊരു മദ്രസ തുടങ്ങണം. അല്ല, നിങ്ങൾ അത് പറയൂ. എങ്ങനെയാണ് ഖുർആനിന്ന് ആയത്ത് നഷ്ടപ്പെടുക? ആട് തിന്നു പോകുന്നത് എങ്ങനെയാണ്? മുഹമ്മദ് നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത സാധനം എങ്ങനെയാണ് ഒരു ആട് തിന്നു പോണത്? എനിക്ക് ഒരു കാര്യം അറിയാം. നിങ്ങൾ ഇതിന് ഉത്തരം പറയും. എനിക്ക് നിങ്ങൾ പറയുന്നത് മുഴുവനായിട്ട് എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പറയണത് ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയണത് നിങ്ങൾ ഇതേപോലെ മിസ്റീഡ് ചെയ്യുന്നത് നമ്മുടെ പ്രശ്നമല്ല. അതുപോലെ ഈ വെളുപ്പിക്കൽ പച്ച മലയാളത്തിൽ എഴുതിയ സാധനമല്ലേ ഞാനിവിടെ കാണിച്ചു തന്നത്. അന്ത്യദിനം കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ കയ്യിൽ 10 ആപ്പിൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അത് വേറെ ആപ്പിളാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒരാളെ കോൺവെർസേഷനിൽ മുഹമ്മദ് നബി ഇപ്പൊ അവിടെ ചെയ്തത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഹെയറിംഗ് ഫെല്ലസി എന്നുള്ള സാധനമാണ്. ആ സാധനം എന്താണെന്ന് അറിയാം? ഇതിന് ഇത്ര എക്സ്പ്ലനേഷൻ വേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ അല്ല ഇപ്പോ ഒരു ഹദീസിനെ എടുത്തുകൊണ്ട് തിരിച്ചും മുറിച്ചും കടിച്ചും പിടിച്ചും. ഞാൻ തിരിച്ചും മുറിച്ചൊന്നും ഇട്ടിട്ടില്ല. ആ വ്യക്തിനോട് നിങ്ങളുടെ അവസാന സമയം ഞാൻ ഒരു കാര്യം അതില് അറബിക് വേഴ്സിലൊക്കെ ഹദീസിൽ ഖിയാമത്ത് എന്ന് പറയുന്നു. ഖിയാമത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ലാസ്റ്റ് അവർ എന്ന് പറയുന്നില്ലേ ഇതേ സാധനത്തിന്? സാഅത്ത് എന്നുള്ള ഇസ്ലാമിൽ എന്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്? ഖിയാമത്തിന് എന്തിനെല്ലാം ഉപയോഗിക്കും? ഒരാളുടെ മരിക്കുന്ന സമയത്തിന് അതിന് ഖിയാമ എന്ന് പറയും. പക്ഷെ ഇവിടെ അന്ത്യദിനം എപ്പോ എന്നല്ലേ അവിടെ ചോദിച്ചത്. അപ്പൊ അതിന് ഉത്തരല്ലേ കൊടുക്കേണ്ടത്? ഇതിപ്പോ നോർമലി ഒരാൾ നിങ്ങളോട് ചോദിക്കാം അന്ത്യദിനം എപ്പോന്ന് ചോദിക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കേണ്ട ബാധ്യത മുഹമ്മദ് നബിക്കില്ലേ? അന്ത്യദിനം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയോ? അതിനല്ലേ ആള് അവിടെ ക്ലൂ കൊടുക്കുന്നത്. അന്ത്യദിനത്തിനുള്ള സൂചനകൾ ഇവിടെ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അറിയാതെയാണോ സൂചനകൾ കൊടുത്തിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല എന്നുള്ളത് അന്ത്യദിനത്തിന്റെ സൂചനകൾ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? സയൻസ് ഓഫ് ലാസ്റ്റ് അവർ ഇല്ലേ? അപ്പൊ എങ്ങനെയാ മുഹമ്മദ് നബി അത് കൊടുത്തത്? അന്ത്യദിനം എന്താണെന്ന് അറിയില്ലെങ്കിൽ സൂചന കൊടുക്കുന്നത്. സയൻസ് ഓഫ് ലാസ്റ്റ് അവർ പറഞ്ഞെന്ന് വിചാരിച്ച് അന്ത്യദിനം അറിയുമെന്നാണ്. ഇതും ഒരു സൈൻ തന്നെയല്ലേ പറഞ്ഞത്. ഈ കുട്ടി മരിക്കണതിന് മുന്നേ ലാസ്റ്റ് അവർ സംഭവിക്കും. ഇതല്ലേ മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കൂല എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളത്.
അതെ ഈ അതെ ഹദീസിനെ എടുക്കുന്നുണ്ട്. പറ്റി സംസാരിക്കണം. കയ്യിലുണ്ടോ? ഇബിൻ മാജ 1944. ഇബിൻ മാജ 1944. ആ 1944. പോക്കിരി അവിടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പോക്കിരി കമന്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു യാ കിട്ടി. താങ്ക് യു താങ്ക് യു പോക്കിരി. പോക്കരി. യെസ്, ആ പറഞ്ഞോ, പറയൂ. വേറെ സംശയം ചോദിക്കാം. ഇത് നിങ്ങൾ പറയൂ. ഖുർആൻ എങ്ങനെ പ്രിസർവ് ചെയ്തിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ഖുർആൻ ആട് തിന്നു പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെങ്ങനെയാ തിന്നു പോവുക? അത് ഞാൻ നോക്കിക്കോളാം. അത് നോക്കിക്കോ. നിങ്ങളിത് ഞാനിത് വേറെ കാണിച്ചാരാ. നിങ്ങൾ കഷ്ടപ്പെടണ്ട. നിങ്ങളെ കഷ്ടപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എനിക്ക് കഷ്ടപ്പെടുത്താൻ ഇഷ്ടമല്ല. ചോദിക്കാനുണ്ടെന്ന് പറയും. ഒരു മിനിറ്റ്, ഇത് കണ്ടിട്ട് നമുക്ക് അടുത്തേക്കൊക്കെ പോവാം. ഓക്കെ, തിരക്കുണ്ടോ? ഇതൊന്ന് വായിച്ചേ സ്ക്രീനിൽ. ഏതാണ് ഹദീസ്? ഏതാ? സ്ക്രീനിലുണ്ട്, വായിച്ചു. കാണുന്നില്ലേ? The verse of stoning of മലയാളം എന്താ? ഇംഗ്ലീഷ് വായിക്കും. The verse of stoning and of breastfeeding an adult 10 times was revealed. And the paper was with me under my pillow. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൽ. ഈ verse of stoning and of breastfeeding an adult 10 times was revealed. And the paper was with me under my pillow. ഈ വേഴ്സ് ആയിഷ റളിയല്ലാഹു അൻഹ പേപ്പർ ആയിഷ റളിയല്ലാഹു അൻഹ പില്ലാന്റെ അടിയിൽ ഉണ്ടായിരുന്നു അല്ലേ? ബാക്കി When the messenger of Allah died, we were preoccupied with his death. Preoccupied. And a tame sheep came and ate it. ആ ഒരു ഈ ആയത്ത് ഖുർആനിലുണ്ടോ? ഇത് ഏതാണ് ആയത്ത്? അതാ ചോദിച്ചത്. ഈ ആയത്ത് ഖുർആനിലുണ്ടോ? ഈ തിന്നുപോയ ആയത്ത് ഖുർആൻ എങ്ങനെ റെവലേഷൻ വരുന്നത്? ഈ ആയത്ത് ഖുർആനിലുണ്ടോ? ഇല്ലേ? ഖുർആൻ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് റെവലേഷൻ ചെയ്യുന്നത്. ഈ ആയത്ത് ഖുർആനിലുണ്ടോ? ഇല്ലേ? അതാ ഞാൻ ചോദിക്കണേ. ബാക്കിയൊക്കെ അവിടെ കേട്ടെ. ഇത് ഏതാണ് ആയത്ത് എന്ന് ആദ്യം പറഞ്ഞത്. അത് കിട്ടൂല. അതന്നെയാണ് ഇതിന്റെ പ്രശ്നം. അത് ആട് തിന്നുപോയി. സ്റ്റോണിങ് കല്ലെറിയുന്നതിന്റെ ആയത്ത്. അത് ഖുർആനിലുണ്ടോ? ആയത്ത് അത് 10 തവണ 5 തവണയുടെ എങ്ങാണ്ടുണ്ട് ഖുർആനില്. 10 തവണ കൊടുക്കണം എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ ഓക്കെയാണോ? 10 തവണ അഡൾട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ നിങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണോ? ബ്രസ്റ്റ് ഫീഡിങ് ആണ് കേട്ടോ, പാല് കുടിക്കുന്നതല്ല. മിൽമ പാല് കുടിക്കുന്ന കാര്യമല്ല ഇവിടെ പറയണേ. ഓക്കെ, അതൊക്കെ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അഡൽട്ട് ബ്രസ്റ്റ് ഫീഡിങ് അറിയില്ല. അഡൾട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ ഹദീസിനെ പറ്റി ഞാൻ നോക്കിയിട്ടില്ല, നോക്കാം. അപ്പൊ അതാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു നുണ പറഞ്ഞിട്ട് ഒരെണ്ണം പൊളിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ ഒരെണ്ണം പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ സിൻസിയർ ആയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദിസ് ഈസ് അത് നിങ്ങൾ ചെയ്തോ? അത് അബ്സല്യൂട്ട്ലി നമ്മൾ അതിനെ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ ആരോപിച്ചത് എന്താണ്? നമ്മൾ നുണ പറയുന്നു എന്നാണ്. നിങ്ങൾ ഒരു നുണ പറയൂ. നമ്മൾ പറഞ്ഞ ഒരെണ്ണം കൊണ്ടുവന്നു, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അത് നുണയല്ല, അതുള്ള കാര്യമാണ്. ഇനി അടുത്തത് പറയൂ. അല്ല, അത് ശരിക്കും നുണയാണ്. പക്ഷെ എന്താ ചങ്ങാതി, ഒരു ആളോട് എപ്പോഴാണ് അന്ത്യദിനം എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കണ ഉത്തരം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, അത് മലയാളത്തിൽ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പിന്നെ അപ്പൊ നിങ്ങൾ ചിന്തിക്കണ കാര്യം നമ്മളും അത് തെറ്റിദ്ധാരണയിലാണെന്ന് നമ്മളും അങ്ങ് സമ്മതിച്ചാണ്. അതാണ് ഇപ്പൊ നിങ്ങളുടെ ആവശ്യം. അതിന് സൗകര്യമില്ല. ഇത് അറിയുന്ന ആളുകൾക്ക് ഇത് ഒറ്റ വായിക്കുന്ന രീതിയിൽ മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവുന്നത്? ഇപ്പൊ നിങ്ങൾ വായിച്ചിട്ട് നമ്മൾ വായിച്ചിട്ട് എത്ര ആളുകൾ ഇത് കണ്ടിട്ട് ഇത് മനസ്സിലാവുന്നത്? ഇത് മണ്ടത്തരാണ് പറഞ്ഞത്. ഇസ്ലാമില് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അത് അന്ത്യദിനത്തിന്റെ ആണ് ചോദ്യം എന്ന്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? ചോദ്യം ആരിഫ് ഹുസൈൻ ചോദ്യം അന്ത്യദിനം ചോദിച്ചത് കൊണ്ട് അത് തന്നെ ഉത്തരം പറയണമെന്നുണ്ടോ? അപ്പൊ മുഹമ്മദ് നബി ചോദിച്ചതിന് ഉത്തരം പറയില്ല എന്നാണ്. അപ്പൊ ചോദ്യം ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ മുഹമ്മദ് നബിയുടെ ഒരു കാര്യം ചോദിക്കുമ്പോ മുഹമ്മദ് നബി ചോദ്യത്തിന് ഉത്തരം കൊടുക്കണ്ടേ? അപ്പൊ കൊടുത്തിട്ടില്ല എന്നാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത്. ചക്ക എന്ന് പറയുമ്പോ ചുക്ക് എന്നാണോ മുഹമ്മദ് നബി പറഞ്ഞതാണോ നിങ്ങൾ പറയുന്നത്? ആണോ?
അതാണോ മുഹമ്മദ് നബി? അത് നിങ്ങൾ പറയൂ, അതിനെ ഒളിച്ചോടണത്. മുഹമ്മദ് നബിയോട് ചക്കാന്ന് ചോദിക്കുമ്പോ ചുക്കെന്ന് പറഞ്ഞാണോ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഒളിച്ചോടുന്നല്ല. എന്നാ നിങ്ങൾ കാര്യം പറയൂ. എന്താ മുഹമ്മദ് നബി അവിടെ ചെയ്തത്? ചോദിച്ചതിന് ഉത്തരം കൊടുക്കുകയാണോ ചെയ്തത്, അതോ ചക്ക എന്ന് പറഞ്ഞപ്പോ ചുക്ക് എന്ന് മുഹമ്മദ് നബി പറഞ്ഞോ? എന്താ ചെയ്തത്? ഇതിലേതാ മുഹമ്മദ് നബി ചെയ്തത്? മുഹമ്മദ് നബി പറഞ്ഞത് ചക്ക എന്ന് പറഞ്ഞപ്പോ ചുക്ക് എന്ന് പറഞ്ഞു. ഇതാണ് ഇപ്പൊ ഉണ്ടായത്. ഇതാണ് നിങ്ങൾ പറയണത്. അതുകൊണ്ട് അപ്പൊ അതൊരു പ്രവാചകന് ചേർന്ന പണിയാണോ? അങ്ങനെയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു പ്രശ്നമല്ലേ? ആ വ്യക്തിനോട് അവസാന നാൾ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുത്താണ്. എന്ത്? അതിലെന്താ ഇമ്പോർട്ടൻസ്? നിങ്ങളുടെ അവസാന നാൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമല്ല. നിങ്ങളുടെ അവസാനം ഈ കുട്ടി വലുതാകുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസാനം വരും എന്നാണ് എങ്ങനെ ഈ കുട്ടി വളർന്ന് ഈ കുട്ടി വയസ്സാകുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസാനം എന്താക്കും? വന്നിരിക്കും. ഒന്നുകൂടി മലയാളത്തിൽ വായിച്ച. ആ മലയാളത്തിലുള്ളത് ഓർമ്മയുണ്ടോ? ഒന്ന് വായിക്കൂ. എവിടെ? അല്ല, നേരത്തെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഈ കുട്ടി വയസ്സാവുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസാന നാള് വരും. അതെ. എപ്പോഴാണ്? ഈ കുട്ടിക്ക് ആയുസ് ഉണ്ടാവുകയാണെങ്കിൽ അവന് വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അന്ത്യസമയം വന്നെത്തും എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളുടെ ആ വ്യക്തി ചോദിക്കുന്ന വ്യക്തിനോട് പറയാണ് നിങ്ങളുടെ അന്ത്യദിനം വന്നെത്തും. അതായത് നിങ്ങൾ മരണപ്പെടും. അപ്പൊ ഇവിടെ ചക്ക എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് നബി ഇവിടെ ചുക്ക് എന്ന് പറഞ്ഞു. ഇതാണ് അപ്പൊ നിങ്ങൾ പറയുന്നത്? മുഹമ്മദ് നബി വേറെ ഉത്തരാണ് പറഞ്ഞത്. അതായത് ചക്ക എന്ന് പറഞ്ഞപ്പോ ചുക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ മുഹമ്മദ് നബി ഇതേപോലെ മറ്റൊരു ഒരു പ്രവചനം ഇതേപോലെ നടത്തിയത് നമ്മൾ പറയാറുണ്ട്. അന്ത്യദിനാവുമ്പോൾ ആളുകളുടെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് മുഹമ്മദ് നബി പറയുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എങ്ങനെ? അന്ത്യദിനമാകുമ്പോൾ ആളുകളുടെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വരും എന്നാണ് മുഹമ്മദ് നബി പറയുന്നത്. ഹദീസ്. അത് നിങ്ങൾ സമ്മതിക്കുമോ? ആളുകളുടെ ഉയരം കുറയാണോ ചെയ്തത്? ശരി. അപ്പൊ ഇതൊന്നും നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല? അപ്പോ ഒന്ന് അന്വേഷിക്കൂ, എന്നിട്ട് വരൂ. ഒരു ഹോംവർക്ക് ആവട്ടെ. എന്ത് പറയുന്നു? ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് ചോദിക്കാം. അല്ല, ഈ ദൈവത്തിന്റെ ഈ ഗോള് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ്? ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ദൈവം ഉണ്ട് എന്നുള്ളതിന് തെളിവില്ല, അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. എനിക്കും വിശ്വാസമില്ല. എന്താണ് ഇനി അടുത്തത്? ഈ പ്രപഞ്ചം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോ ഇതിന്റെ ഒക്കെ ഒരു തുടക്കം എങ്ങനെയാണ്? തുടക്കോ? ഒരു മനുഷ്യന് ഇന്നേറ്റ് ആയിട്ടുള്ള ബിലീവ് അല്ലേ അത്? വലിയൊരു എൻറ്റിറ്റി, വലിയൊരു സൂപ്പർ പവർ അത് ഇവിടെ ഉണ്ടെന്നും ഇതിന് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ കോസ് ആ ഒരു എൻറ്റിറ്റി ആണെന്നും ഈ മനുഷ്യന് ഇന്നേറ്റ് ആയിട്ടുള്ള വളർന്നു വരുന്ന കുട്ടിക്ക് വരെ ഇന്നേറ്റ് ആയിട്ടുള്ള ബിലീവാണ് അല്ലേ? കുട്ടികൾക്കുണ്ടോ? കുട്ടി വളർന്നു വരുമ്പോ സമൂഹം വളർന്നു വരുമ്പോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണുണ്ട്. അല്ല, സയൻസിൽ തന്നെ കോഗ്നിറ്റീവ് റിസർച്ച് റിലീജിയൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതില് എന്താ പറഞ്ഞ? ദൈവം ഉണ്ടെന്ന് അവര് പറഞ്ഞോ? അല്ല, ഒരു ദൈവം ഉണ്ടെന്നല്ല, ഈ ഒരു വ്യക്തി ഒരു ഏജന്റ് സീക്കിംഗ് ഉണ്ടെന്നല്ലേ? ഒരു വലിയ ഹൈ പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതല്ല ഞാൻ എന്റെ സുഹൃത്ത് പറഞ്ഞത് ആ ഹൈ പവർ ഡിങ്കനാണെന്നാണ്. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ ഹൈ പവർ ഡിങ്കനാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എങ്ങനെ? ആ ഹൈ പവറിന്റെ പേര് യഹോവയാണെന്ന് ഒരു സുഹൃത്ത് പറയുന്നു. എന്റെ സുഹൃത്ത് പറഞ്ഞത് ബ്രഹ്മാവാണെന്ന്. എന്റെ സുഹൃത്ത് പറഞ്ഞ ബ്രഹ്മാവാണെന്ന്. ബ്രഹ്മാവ് എന്ന് പറയുന്നു. ഇങ്ങനെ ഇവിടെ ഉണ്ടാവുമ്പോ നിങ്ങൾ മറ്റുള്ളവരെ പഠിക്കുന്നത് ശരിയല്ല. കൺഫ്യൂഷൻ. അപ്പൊ അത് ആരാണ്? ഏത് ദൈവമാണ്? അതേതാണ്? ആ സൂപ്പർ പവർ ആരാണ്? യഹോവയാണോ? ബ്രഹ്മാവാണോ? വിഷ്ണു ആണോ?
അതോ ഇനി നമ്മുടെ എന്താണ് ജിംബൂമ്പ. അതാണ് എനിക്ക് കൺഫ്യൂഷൻ. അതൊന്ന് പറഞ്ഞുതരോ? അത് ഒരു മനുഷ്യനാവാൻ പറ്റില്ല. അതൊക്കെ ഇതിൽ ആരാന്ന് പറയൂ. ഇപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞല്ലോ, അതിലാരാണ്? ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ആവണം. അതെ, അത് ബ്രഹ്മാവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ബ്രഹ്മാവ് അങ്ങനെ തന്നെ, യഹോവ അങ്ങനെ തന്നെ. ബ്രഹ്മാവ് അതിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അള്ളാന്ന് പറഞ്ഞാല് അറബിക്കല് ഗോഡ് എന്നുള്ള അർത്ഥമല്ലോ. അല്ലല്ലോ, അറബിക്കല് ക്രിസ്ത്യൻ ഇപ്പൊ ക്രിസ്ത്യൻ ജ്യൂസ് വരെ വല്ലാഹി അള്ളാന്നൊക്കെ പറയാം. അല്ലല്ല, അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലാഹ് എന്ന് പറഞ്ഞാല് ദൈവം. അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞാല് ദൈവം. അള്ളാഹു എന്ന് പറഞ്ഞാല് ഒരേ ഒരു ദൈവം. അതിന് ഗോഡ് ഗോഡസ്. ഓക്കെ, അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവമാണ് അല്ലേ? അതല്ല ഉദ്ദേശിച്ചേ വദൂദ്? അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നല്ലേ പറഞ്ഞേ? അള്ളാഹു ഇസ്ലാമില് അള്ളാഹാനാണ് ദൈവത്തിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്താണ് അള്ളാഹ് എന്നുള്ളതിന് കേൾക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരൂ. There is no deity except Allah. എന്ന് വെച്ചാൽ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ പറയാറില്ല. അപ്പൊ വേറൊരാള് പറയാണ് ലാ ഇലാഹ ഇല്ല ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ശരിയാവൂ? There is no deity except Brahma. ലാ ഇലാഹ ഇല്ല ഡിങ്കൻ എന്ന് പറഞ്ഞാൽ ശരിയാവോ? നോ ഡൈറ്റി എക്സെപ്റ്റ് ഡിങ്കൻ. ലാ ഇലാഹ ഇല്ല യഹോവ എന്ന് പറഞ്ഞാൽ ശരിയാവോ? നോ ഡൈറ്റി എക്സെപ്റ്റ് യഹോവ. ലാ ഇലാഹ ഇല്ല ജിംബൂമ്പ എന്ന് പറഞ്ഞാൽ ശരിയാവോ? നോ ഡൈറ്റി എക്സെപ്റ്റ് ജിംബൂമ്പ. ലാ ഇലാഹ ഇല്ല സിയൂസ് എന്ന് പറഞ്ഞാൽ ശരിയാവോ? അത് ശരിയാണോ നോക്കണമെങ്കിൽ എന്താണ് ബ്രഹ്മ, എന്താണ് ഡിങ്കൻ എന്നൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം നോക്കണം. ഒരു ടൈംലെസ് സ്പേസ്ലെസ് ഇതെല്ലാം ദൈവങ്ങളാണ് ഓരോ ആളുകൾ പറയുന്നത്. ലോകത്ത് ഒരുപാട് റിലീജിയൻസ് ഉള്ളത് ശരിയാണ്. റിലീജിയൻ അല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതെ, ഞാൻ ചോദിച്ചത് എന്താണ് വലിയ ഹൈ എൻറ്റിറ്റി അള്ളാന്ന് ഒരു സെക്കൻഡ് അള്ളാഹുവിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പവർ ആക്കുന്നതിന്റെ ക്വാളിറ്റി ഒരു രണ്ടെണ്ണം പറഞ്ഞു. What makes Allah the power? ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, What makes Allah the eternal whatever power that you are calling? What makes it? ഒരു രണ്ട് ക്വാളിറ്റി പറയും, രണ്ടെണ്ണം. എല്ലാം അറിയും. യഹോവയ്ക്ക് എല്ലാം അറിയാം. ഓക്കെ, പിന്നെ ക്രിയേഷന് കഴിവുണ്ട്. യഹോവയ്ക്കും ക്രിയേഷന് കഴിവുണ്ട്. ഓക്കെ, അപ്പൊ യഹോവയും അള്ളാഹു ഒന്നാണോ? ഓക്കെ, ഞാനതിന് ഉത്തരം പറയട്ടെ. യഹോവയും അള്ളാഹു ഒന്നാണെന്ന് പറയാം ആദ്യം. യഹോവ അള്ളാഹു ജൂതന്മാര് അള്ളാഹ് എന്നുള്ള ഫുൾ ക്യാരക്ടറിസ്റ്റിക് ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്നാണ്. അപ്പൊ ബ്രഹ്മാവും അള്ളാഹു ഒന്നാണ്. ബ്രഹ്മാവിനുണ്ട് ഈ രണ്ട് കഴിവ്. ബ്രഹ്മാവുക്ക് അല്ല അള്ളാഹിനെ മാതിരി അല്ല. ബ്രഹ്മാവ് കഴിവുണ്ട്, എല്ലാം അറിയും, ക്രിയേഷന് സാധ്യതയുണ്ട്. അതെ, അത് മാത്രല്ല വേറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സെപ്പറേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് ബ്രഹ്മാവ് വേഴ്സസ് അള്ളാഹ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ബ്രഹ്മാവിനില്ലാത്ത എന്നാൽ അള്ളാഹുവിനുള്ള ഒരു ഉദാഹരണം പറയൂ. ഞാനൊന്ന് പ്രാക്ടിക്കലി ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ പ്രാക്ടിക്കലാണ് ചോദിക്കുന്നത്. നമുക്ക് ക്ലിയർ കട്ടായിട്ട് സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. അള്ളാഹുവിനുള്ളതും ബ്രഹ്മാവിന് ഇല്ലാത്തതുമായ ഒരു ക്വാളിറ്റി പറയും. ഞാൻ ബ്രഹ്മാവിനെ കുറിച്ച് ബ്രഹ്മാവിനുള്ളതും അള്ളാഹുവിനുള്ളതും ബ്രഹ്മാവിനില്ലാത്തതുമായ ഒരു ക്വാളിറ്റി. വൺ പ്ലീസ്. ഞാൻ പറയട്ടെ, എനിക്ക് അതിന് ബ്രഹ്മാവ് അത്ര വിവരമുള്ള ആളല്ല. ബ്രഹ്മാവിന് വിവരല്ലേ? എനിക്ക് അത്ര വിവരമുള്ള ആളല്ല. പക്ഷെ ഞാൻ അപ്പോ നിങ്ങൾ ബ്രഹ്മാവിനെ കുറിച്ച് അറിയാതെ നിങ്ങൾ അള്ളാഹുവിനെ തെരഞ്ഞെടുത്തു. അപ്പൊ ബ്രഹ്മാവിനാണ് അള്ളാഹുവിനേക്കാൾ കൂടുതൽ പവർ ഉള്ളത് എന്ന് വന്നാൽ നിങ്ങൾ അപ്പോ ബ്രഹ്മാവിനെ പിടിക്കും. സോ നിങ്ങളുടെ ചോയ്സ് തെറ്റായിക്കൂടെ? തെറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം ഇപ്പൊ ഖുറാനിൽ പറയുന്നു, ഖുറാൻ ശരിയാണെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ അതെ. ഇപ്പൊ ഖുറാനിൽ പറയുന്നു അടിമയും ഉടമയും ഒന്നല്ല എന്ന് പറയുന്നു. ഭാര്യയെ പുരുഷന് തല്ലാം എന്ന് പറയുന്നു. ഇത് അള്ളാഹു പറയുന്ന കാര്യം. ഇതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുന്ന അടിമ സ്ത്രീയെയും നിങ്ങൾക്ക് അവരുടെ മുന്നിലിട്ടുവാണെങ്കിൽ അവരെ പൂശാം എന്ന് പഠിപ്പിക്കുന്നു ഈ പറയുന്ന ഖുറാനിൽ. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ്. ഖുർആനിൽ അത് പറയുന്നുണ്ട്. പക്ഷെ
പക്ഷേ അത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അത് യോജിക്കണ്ടോ അല്ലേ? ഭാര്യയെ തല്ലാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഭാര്യയെ തല്ലു? നിങ്ങൾ പറയുന്നത് പോലുള്ള തല്ലാനല്ല. ഞാൻ ഖുറാനിലുള്ള കാര്യം പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഖുറാനിലുള്ള കാര്യം നമ്മൾ അറബിയിലുള്ള മലയാളത്തിൽ പറയും. നിങ്ങൾ അതിനോട് യോജിക്കണ്ടോ ഇല്ലേ എന്നാണ് ഇപ്പൊ എനിക്കറിയേണ്ടത്. അത് ഏത് സമയത്താ തല്ലാന്ന് പറയുന്നത്? ഖുർആനിൽ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ 4:34. ആദ്യം തല്ലാന്നാണ് പറയുന്നത്. അല്ല, ആദ്യം വിട്ടു നിൽക്കുക, ഉപദേശിക്കുക, പിന്നെ വിട്ടു നിൽക്കുക, എന്നിട്ടും അനുസരണക്കേട് കാണിക്കുന്നു ഭയന്നാൽ അവളെ തല്ല. അത് സ്റ്റെപ്പ് തന്നെ പോകേണ്ടി. അതെ, സ്റ്റെപ്പാണ്. അപ്പൊ അവസാനത്തെ സ്റ്റെപ്പ് തല്ലലാണ്. അതിനോട് യോജിക്കണ്ടോന്നാ ഞാൻ ചോദിക്കണത്. തല്ലൽ എന്ന് പറഞ്ഞത് ഒരാളെ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിൽ ഒരാളെ വേദനിപ്പിച്ചിട്ട് തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിയിട്ട് അടിക്കുക. തഫ്സീർ എടുത്ത് വായിക്കേണ്ട പൊന്നു പോയാ. നിങ്ങൾ ഈ പണിയൊക്കെ നമ്മളിതൊക്കെ കുറെ കഴിഞ്ഞാണ്. നിങ്ങൾ സംസാരിക്കുന്ന എക്സ് മുസ്ലിങ്ങളുടെ അടുത്താണ് ആദ്യം ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഞാൻ ചോദിക്കണത് അങ്ങനെ തല്ല് അത് ഏത് സ്റ്റെപ്പിലായാലും എന്ത് കാര്യത്തിനാണെങ്കിലും അതിനോട് നിങ്ങൾ യോജിക്കണ്ടില്ല എന്നാണ് ഞാൻ ചോദിക്കണത്. ഈ പറയുന്ന ഈ എറ്റിമോളജിക്കൽ ഫാലസി അറബിയിൽ അത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിൽ എഴുതി വെച്ചത് എന്തിനാണെന്നാണ് അപ്പം ഞാൻ തിരിച്ചു ചോദിക്കേണ്ടത്. ഇത് അറബിയുടെ ഭാഷയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പഠിച്ചോന് മലയാളത്തിൽ ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി ഇറക്കി തന്നൂടാ? ഒരു കളിക്കുടുക്ക വായിച്ചിട്ട് ആളുകൾക്ക് ഇത്രയും വലിയ സംശയമുണ്ടോ? ഒരു പച്ച മലയാളത്തിൽ ഒരു കഥ എഴുതി ആർക്കെങ്കിലും ഇതേപോലെ 100 കണക്കിന് 1000 തഫ്സീർ എഴുതേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊരു പുസ്തകം എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1000 വേറെ കിതാബ് എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തൊരു ദുരന്താണ്. പറയൂ. ഹലോ പറയൂ. ലറബാന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ലറബ എന്ന് പറഞ്ഞ എന്താ? ലറബ എന്ന് പറഞ്ഞാല് മറ്റേ ഹേർട്ട് ചെയ്യുന്ന പോലുള്ള തല്ലലല്ല. പിന്നെന്തോട്ടാ? പിന്നെന്തിനാ അടിക്കാന്ന് പറയണത് അവിടെ? എന്നാ പിന്നെ തലോടുക. അപ്പൊ എന്താ തലോടുക എന്നുള്ളതിന് അറബി വാക്കില്ലേ? അല്ല, അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. മോഹൻലാല് ചിത്ര സിനിമയില് മറ്റേ ചന്തിക്കടിക്കുന്ന പോലെ അടിക്കലാണ്. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. നിങ്ങൾ പഠിക്കണം. അറിയില്ല. എന്നാ പിന്നെ എന്തെല്ലാം ഉണ്ട് അഡ്ജക്റ്റീവ്സ് ഇല്ലേ? അറബിയിൽ എന്താ അഡ്ജക്റ്റീവ്സ് കുറവാണോ? മെല്ലെ അടിക്കണം, അല്ലെങ്കിൽ തലോടണം, അവളെ ഉമ്മ വെക്കണം, എന്തുവേണേലും പറഞ്ഞൂടെ? ഇത് ലറബ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് അത് വേറെ അടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എന്താണ് കോയി പറയുന്നത്? എന്തൊക്കെ? ഓപ്ഷൻ 1 മോഹൻലാല് ചന്തിക്കടിക്കുന്ന പോലെ, ഓപ്ഷൻ 2 മമ്മൂട്ടി അടിക്കുന്ന പോലെ, ഓപ്ഷൻ 3 സുരേഷ് ഗോപി പിന്നെ മറ്റേ എന്താ ഗംഗേന അടിക്കുന്ന. ഒരു ഓപ്ഷൻ അതാണ് ഞാൻ പറയുന്നത്. ഒരു ഓപ്ഷൻ, 4ാമത്തെ ഓപ്ഷൻ നസീർ മണ്ടിപ്പെണ്ണെ മുള്ളിപ്പോയോ അടിയാണോ? ഏതടിയാണ്? പറയൂ. അറിയാൻ വേണ്ടി കുറെ കാലമായി എന്റെ സംശയമാണ് ലറബ എന്ന് പറഞ്ഞ എങ്ങനത്തെ അടിയാണ്. ബാസിലും എല്ലാരും എന്നെ ഇങ്ങനെ സംശയത്തിന്റെ നിഴലിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറയൂ, ലറബ എന്ന് പറഞ്ഞ എങ്ങനത്തെ അടിയാണ്? ലറബ എന്ന് പറഞ്ഞ സിവിയർ ആയിട്ടുള്ള ഹിറ്റിംഗ് അല്ല. പിന്നെന്തൂട്ടാ? അപ്പൊ പിന്നെ എന്തെല്ലാം വാക്കുകളുണ്ട് എന്റെ പൊന്ന്. സിവിയർ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ എന്താ? ഈ 3 സ്റ്റെപ്പാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. 3 സ്റ്റെപ്പാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? എനിക്ക് ഒന്ന് പറയും. ഞാൻ വേഴ്സ് നമുക്ക് എടുത്തു വെക്കാം. എന്ത് പറയുന്നു? 4:34 കാണിക്കല്ലേ? അല്ല, നിങ്ങൾ അത് നിൽക്കൂ. ഇതൊക്കെ നമുക്കിത് പറഞ്ഞിട്ട് പോവാന്നേ. ഇതൊന്നും തിരക്ക് കൂട്ടേണ്ട കാര്യങ്ങളല്ലല്ലോ. നിങ്ങൾ ഇത് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ്. നമ്മള് നിങ്ങളെ പഠിപ്പിച്ചത്. എന്താണ് അബ്ദുൽ വദീദ് എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഒരു മിനിറ്റ്, സാപ്പിയൻ ആ മൈക്കൊന്ന് ലേശം ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് സംസാരിക്കൂടെ? ചെവി അടിച്ചു പോണ്. വദൂദ്, ഇനിയിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ഇലാഹ് എന്ന് പറഞ്ഞാലും ദൈവം, അള്ളാഹു എന്ന് പറഞ്ഞാലും ദൈവം. അപ്പൊ ദൈവമല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, അതിലേക്ക് അത് കഴിഞ്ഞു. ആള് ഡേറ്റിയുടെ കാര്യം പറഞ്ഞ ആൾക്ക് ബ്രഹ്മാവിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? പഠിച്ചിട്ട് വരട്ടെ. അതല്ല, ഒരു ഹൈ എൻറ്റിറ്റി ഇല്ല എന്നാണോ പറയുന്നത്? അങ്ങനെ ഹൈ എൻറ്റിറ്റി ഇല്ല എന്നാണോ പറയുന്നത്?
ഹൈ എൻറ്റിറ്റിയോ? എന്ത് ഹൈ? കഞ്ചാവ് അടിച്ച ഹൈ ആണോ ഉദ്ദേശിച്ചത്? ദൈവം ഇല്ലാന്നാണ് നിങ്ങൾ പറയുന്നത്. ഹൈ എൻറ്റിറ്റി ഉണ്ട്. ആ ഹൈ എൻറ്റിറ്റിയുടെ പേര് മുഹമ്മദ് നബി എന്നാണ്. നല്ല അസൽ കഞ്ചാവായിരുന്നു. 7-ാം ആകാശത്ത് വരെ ഇടയ്ക്ക് പോയി വരാറുണ്ട്. നിങ്ങളിത് വായിച്ച ഈ പറഞ്ഞ സാധനം ഒരുപാട് നിങ്ങളിത് വായിക്കും. ഇത് വായിക്കും. ഇത് വായിക്കൂ. നമുക്ക് സമയമില്ല. ലെറ്റ് us complete this. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ വായിക്കൂ. ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റി വലിയ വിവരമില്ല. ഈ വേഴ്സിനെ നിങ്ങളിത് വായിക്കൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാലോ. നമുക്ക് ഇങ്ങനെയല്ലേ വിവരം ഉണ്ടാക്കല്. നിങ്ങളിത് വായിക്കൂ. ഇതെന്താ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? 4:34. സന്ദർഭം എന്താണ്? നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണമെന്നല്ല. ഇതൊക്കെ തഫ്സീർ വായിക്കേണ്ട പൊന്നു കോയ. ഇത് ഈ ജാതി ന്യായീകരണം ഇവിടെ എടുക്കരുത്. കാരണം നമ്മൾ ഇതൊക്കെ കുറെ കണ്ടതും കേട്ടതുമാണ്. ഇതൊക്കെ കഴിഞ്ഞാണ്. നിങ്ങൾ ഇത് വായിക്കൂ ആദ്യം. നിങ്ങളൊന്നും കണ്ടിട്ടും കേട്ടിട്ടില്ല. ശരി, നിങ്ങൾ ആദ്യം ഇത് വായിക്കും. നിങ്ങൾ ആട് നിന്ന ആയത്ത് കണ്ടിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഇതുപോലെ കിടന്നിട്ട് പ്രസംഗിക്കാൻ വരുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇസ്ലാമിന്റെ 7 അയലത്ത് പോലെ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. എവിടുന്ന് അതും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഏതോ ഉണ്ണാക്കന്മാരെന്തെങ്കിലും പറയണതും കേട്ടിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ കിടന്ന് കൊണക്കരുത്. ഓക്കെ, നമ്മൾ പറഞ്ഞ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടില്ല. ആട് നിന്ന ആയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ആട് തിന്ന ആയത്ത് നിങ്ങൾ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലേ, കേട്ടിട്ടില്ല. മുലകുടി ഹദീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനൊന്നും അങ്ങോട്ട് പറയട്ടെ. മുലകുടി ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ, യെസ് ഓർ നോ? മുലകുടി ഹദീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ, യെസ് ഓർ നോ? എങ്ങനെ? ഞാൻ ഉസ്താദൊന്നല്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാതെ എങ്ങനെ നമുക്കിതൊന്നും അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ സാധനം ഒന്നും അറിയാതെ എങ്ങനെയാണ് നമുക്കിതൊന്നും അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇത് അറിയാതെ അല്ലേ ഇവിടെ വന്നിട്ട് ഇത് നമുക്ക് അറിയില്ല എന്ന്? നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങളിപ്പോ പറഞ്ഞു നമുക്കൊരു മണ്ണാങ്കട്ടി അറിയില്ല എന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സാധനം ഒന്നും കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നമുക്കിത് അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നത്? ഇത് ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നറൻസ്. നിങ്ങൾ അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഈ ആയത്ത് വായിക്കൂ. ഇനി നിങ്ങൾക്ക് സമയം കളയാനില്ല, അതുകൊണ്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ഇവിടെ നിങ്ങൾ പറയുന്നു അടിക്കുക എന്ന് പറയുമ്പോൾ മെല്ലെ അടിക്കുകയാണെന്ന്. അത് പൊളിയും. എന്താ കാരണം? ഇവിടെ 3 സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പൊ 3 സ്റ്റെപ്പായിട്ട് നമ്മളൊരു കാര്യം, ഒരു പണിഷ്മെന്റ് ഇവിടെ പറയാണ്. എന്താണ് ആ പണിഷ്മെന്റ്? അപ്പൊ 3 പണിഷ്മെന്റ് അല്ല, ഒരു പണിഷ്മെന്റ് 3 സ്റ്റെപ്പായിട്ട് പറയുമ്പോൾ എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ ലോജിക്? അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിന്റെ ഇന്റൻസിറ്റി കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ആ ഇന്റൻസിറ്റി കൂടുമ്പോൾ അത് ഫിസിക്കൽ ആൻഡ് മെന്റൽ. കേൾക്കൂ. നിങ്ങളുടെ സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് സമയം തന്നിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല. ആവശ്യമുള്ള ഉത്തരങ്ങൾ തരാതെ നിങ്ങൾ വെറുതെ കിടന്ന് ഉരുളാണ് ചെയ്യുന്നത്. അതിന് ഇനി സമയമില്ല, നമുക്കിത് അവസാനിപ്പിക്കണം. അടുത്തത് ഉറങ്ങേണ്ട സമയം 1 മണിയായി. അപ്പോൾ ഇത് കാര്യം പറയാണ്. അപ്പോൾ ഇഫ് യു സെൻസ് ഇൽ കോണ്ടാക്ട് ഫ്രം യുവർ വിമൻ അഡ്വൈസ് ദം ഫസ്റ്റ്. ആദ്യം അവരെ ഉപദേശിക്കുക. ഇഫ് ദ പെർസിസ്റ്റ്, പിന്നെയും അത് അവിടെ തുടർന്നാൽ ഡു നോട്ട് ഷെയർ ദ ബഡ്സ്, അവരെ കിടപ്പറയിൽ നിന്നും വിട്ടു നിൽക്കുക. ബട്ട് ഇഫ് ദ സ്റ്റിൽ പെർസിസ്റ്റ്, പിന്നെയും അത് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ ഡിസിപ്ലിൻ ദം ജെന്റ്ലി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അടിക്കുക എന്നുള്ളതിന് അവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം. അപ്പൊ ഡിസിപ്ലിൻ ചെയ്യുക എന്താണ്? സ്കൂളിൽ കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വടിയെടുത്തിട്ട് ചെയ്യുന്നത് അടിക്കുക. ഇതാണ് അവിടെ ബല്ലറബ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അത് തന്നെയാണെന്നാണ് തഫ്സീറിൽ എഴുതി വെച്ചത്. നിങ്ങൾ പോയി വായിക്കുക. നിങ്ങൾ അത് കണ്ടിട്ടില്ല. അപ്പോ കേൾക്കൂ. വധൂത് കേൾക്കൂ. ഓക്കെ, വധൂത് കേൾക്കുക. നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു 3 സ്റ്റെപ്പായിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ലോജിക് എന്താണ്? ഒന്നാമത്തെ ലോജിക് എന്താണ്? ഇത് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന കേൾക്കൂ. ക്ഷമ കാണിക്കൂ. അസ്വബറു നിസ്ഫുൽ ഈമാൻ. പറയുന്ന കേൾക്കൂ. ഓക്കെ. അപ്പൊ ഒരു കാര്യം നമ്മൾ 3 സ്റ്റെപ്പിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ലോജിക്ക് എന്താണ്? അതിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് കേൾക്കൂ. വധൂത് പറയുന്നത് മുഴുവനാക്കട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അതിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആദ്യം ഉപദേശം, പിന്നെ കിടപ്പറയിൽ നിന്ന് വിട്ടു നിൽക്കുക, എന്നിട്ടും കേട്ടില്ലെങ്കിൽ പെടയ്ക്കുക, പൂശുക. ഇതാണ് അവിടെ പഠിപ്പിച്ചു വെക്കുന്നത്. ഇത് തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് വരെ. അത് നിങ്ങൾ പോയി വായിക്കുക. ഇതറിയാതെ ഇവിടെ വന്നിട്ട് നമുക്കറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഈ സാധനം ഉണ്ടെന്നെങ്കിൽ ആദ്യം മനസ്സിലാക്കിയിട്ട് പോവാ. എന്നിട്ടല്ല ഇത് നമുക്കറിയില്ല എന്നുള്ളത് നിങ്ങൾ അളക്കുക. അപ്പൊ ആ പരിപ്പൊന്നും ഇവിടെ ഇനി എടുത്തിട്ട് വരരുത്. നമ്മൾ സമയം വെറുതെ മെനക്കെടുത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ഡെയിറ്റി എക്സെപ്റ്റ് അള്ളാഹ് എന്ന് പറയുമ്പോൾ ആ അള്ളാഹ് എന്നുള്ളടത്ത് നിങ്ങൾ സിയൂസ്, ജിംബൂമ്പ, ഡിങ്കൻ, ബ്രഹ്മാവ്, ഏത് ദൈവത്തെ വേണേലും വെച്ചോ. എന്നിട്ട് നിങ്ങൾ സ്വയം പരീക്ഷിക്കുക. ഇതിൽ ഏത് ദൈവമാണ് ഇതിനകത്ത് ക്വാളിഫൈഡ് ആവുന്നതെന്ന് നിങ്ങൾ സ്വയം അന്വേഷിക്കുക.
അപ്പൊ നിങ്ങൾക്ക് ആദ്യം എടുത്ത് കാട്ടിക്കളയേണ്ട ആ സാധനം ഈ ഇതുമാതിരിയുള്ള അടിമയെ പൂശാൻ പറയുന്ന ഒരു അള്ളാഹു, ഭാര്യ അടിക്കാൻ പറയുന്ന ഒരു അള്ളാഹു, ഇതേപോലെ കൊള്ള നടത്താൻ അനുവാദം കൊടുക്കുന്ന അള്ളാഹു, കഴുത്തിന് വെട്ടിക്കോ എന്ന് പറയുന്ന ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന അള്ളാഹു, ഈ ജാതി ഒരു ദൈവത്തെ പിടിച്ചിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നമ്മളെ കിട്ടില്ല. നിങ്ങൾ വേണേൽ പറഞ്ഞോ, നമുക്കതിന് അന്തസ്സ് കുറവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇത് മുന്തിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് വന്നാൽ നമ്മൾ വിമർശിക്കും, അതിനെ ഇതേപോലെ അറഞ്ചം പുറഞ്ചം നമ്മൾ വിമർശിച്ചിരിക്കും. അന്നേരം കിടന്ന് നിലവിളിക്കരുത്, അത്രേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ വധൂത് പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങും, സുബഹി നിസ്കരിക്കേണ്ടതാണ്. ഓക്കെ, ബൈ.